ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. തന്റെ കുടുംബത്തിന്റെ സിനിമാ പാരമ്പര്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഇബ്രാഹിം കുട്ടി. കുടുംബത്തിൽ അങ്ങനെ ആരും അഭിനേതാക്കളായി ഉണ്ടായിരുന്നില്ല എന്നും ആകെയുള്ള ബന്ധം ഒരു അമ്മാവൻ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നതുമാണെന്ന് ഇബ്രാഹിം കുട്ടി പറഞ്ഞു. തന്റെ പിതാവ് വളരെ സൗന്ദര്യമുള്ള ആളായിരുന്നുവെന്നും ഇബ്രാഹിം കുട്ടി പറയുകയുണ്ടായി. ഇബ്രാഹിം കുട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ പരമ്പരാഗത അഭിനേതാക്കളൊന്നുമില്ല. വാപ്പ നല്ലൊരു വോളിബോൾ പ്ലെയറായിരുന്നു. നന്നായിട്ട് വോളിബോൾ കളിക്കും. നല്ല ഹൈറ്റും സൗന്ദര്യവുമൊക്കെയുള്ള ഒരു സംഭവമായിരുന്നു വാപ്പ. അദ്ദേഹത്തിന്റെ സൗന്ദര്യമൊന്നും ഞങ്ങൾക്കാർക്കും കിട്ടിയിട്ടില്ല. അമ്മാവന്മാരിൽ ആരോ ഒരാൾ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിനപ്പുറം ഞങ്ങൾക്ക് സിനിമയുമായി ഏതൊരു ബന്ധവും ഇല്ല. പിന്നെ സിനിമയുമായുള്ള ബന്ധമെന്ന് പറയുന്നത് വാപ്പയ്ക്ക് സിനിമയോട് വല്ലാത്ത കമ്പമായിരുന്നു. സിനിമാ മാസിക, ചിത്രരമ, നാന തുടങ്ങി എല്ലാ സിനിമാ മാസികകളും അദ്ദേഹം വാങ്ങി വായിക്കുമായിരുന്നു. പിന്നെ എല്ലാ സിനിമകളുടെയും നോട്ടീസുകളും സൂക്ഷിച്ചു വെക്കുന്ന പതിവുണ്ടായിരുന്നു. അന്നൊക്കെ ഒരു വടിയിൽ പോസ്റ്ററും ഒട്ടിച്ചുകൊണ്ട് ഒരാൾ ചെണ്ട കൊട്ടിയും വരും. മറ്റൊരാൾ നോട്ടീസും വിതരണം ചെയ്യും. അങ്ങനെയായിരുന്നു ആ നോട്ടീസുകളെല്ലാം എടുത്തു വയ്ക്കാറുണ്ടായിരുന്നത്. മുന്നേറ്റം എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇച്ചാക്കയുടെയും രതീഷിന്റെയും കൂടെയുള്ള ഒരു ഫോട്ടോ നാനോയിൽ കവർ പിക്കായി അടിച്ചു വന്നിരുന്നു. അതായിരുന്നു ഇക്കാച്ചയുടെ ആദ്യത്തെ കവർ ഫോട്ടോ. പിന്നെ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലെ ഒരു സ്റ്റിൽ, അതും നാനയുടെ സെന്റർ പേജിന്റെ സൈഡിൽ വന്നത്. അതൊക്കെ ഞങ്ങൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. തുടക്കകാലത്ത് സിനിമയിൽ അഭിനയിക്കാനെല്ലാം ഇച്ചാക്ക വീട്ടിൽ പറയാതെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇബ്രാഹിം കുട്ടി പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.